അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ അമീർ പുറത്തേക്ക് വന്നപ്പോൾ ആമി സൈനുവിനോട് പറഞ്ഞു, സൈനുക്ക, എനിക്കും ഷഹാനയെ ഒന്ന് കാണണം. ഇതുവരെ വന്നിട്ട് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ അവൾ. കാണാതെ പോയാൽ എനിക്കത് മനസ്സിനൊരു വിഷമമാകും. അതുകൊണ്ട് ഞാൻ കൂടി കയറി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സൈനു പറഞ്ഞു, അതിനെന്താ ആമി, ഞങ്ങളെല്ലാവരും കണ്ടല്ലോ, നീയും കണ്ടോ, നിന്റെ കൂട്ടുകാരിയല്ലേ എന്ന് പറഞ്ഞു. അകത്തേക്ക് ആമി പോകാൻ തുനിഞ്ഞപ്പോൾ ഷഹാനയുടെ ഉമ്മ പിന്നിൽ നിന്ന് അവളെ വിളിച്ചു. അമ്മാന, അവിടെ നിൽക്ക്. നിന്നെക്കുറിച്ച് ആമി എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീയും അവളും തമ്മിലുള്ള പ്രശ്നവും നീ കാരണം അവളെ അവിടെ നിന്ന് പുറത്താക്കിയതും എല്ലാം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അവളെ കാണേണ്ട. ഇപ്പോൾ എൻ്റെ മോൾ ഒന്ന് ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി നിന്നെ കണ്ടാൽ അവൾക്ക് വീണ്ടും അത് ഒരു ഷോക്കായി പോവും. നീ അവളെ കാണേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അമീറും അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ആമി, നീ ഒന്ന് പോയേ. നിന്നെ കണ്ടാൽ ഷഹാനയ്ക്ക് ഇഷ്ടമാവില്ല. നിനക്കറിയാമല്ലോ, ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങൾ ശത്രുക്കളാണ്. നിങ്ങൾ ആദ്യം പ്രിയപ്പെട്ട കൂട്ടുകാരിയൊക്കെ ആവാം. എന്നാൽ നീ കാരണമാണ് ഞങ്ങളെ രണ്ടുപേരെയും അവിടെ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് അവളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം എനിക്കുമുണ്ട്. അതുകൊണ്ട് നീ അവളെ കാണേണ്ട. നീ മര്യാദക്ക് പോകാൻ നോക്ക് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ആമി ദയനീയമായി ഷഹാനയുടെ ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കി. കാരണം അവൾക്കറിയാം, അവളുടെ ഉമ്മായെ പോലെയല്ല, അയാൾ കുറച്ച് മനുഷ്യപ്പറ്റുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കാണാൻ സമ്മതിക്കും എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ട്. അവളുടെ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് എന്നോണം ഷഹാനയുടെ ഉപ്പ അവളുടെ ഉമ്മാനോടും അമീറിനോടുമായി പറഞ്ഞു, മോനെ, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ. എടി, അവൾ ഒന്ന് കണ്ടോട്ടെ. കാരണം അവർ അത്രയും പ്രിയപ്പെട്ട കൂട്ടുകാർ ആയിരുന്നില്ലേ ആദ്യം. അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മുടെ മോളെ കാണാൻ ഒരു ആഗ്രഹമുണ്ടാവും. അതുകൊണ്ട് ഒന്ന് കണ്ടോട്ടെ, ഇതുവരെ വന്നതല്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഷഹാനയുടെ ഉമ്മ പറഞ്ഞു, അവളെ കാണാനായിട്ട് വന്നതൊന്നുമല്ലല്ലോ, ഇവിടെ വന്നപ്പോൾ അറിഞ്ഞപ്പോൾ കാണാൻ വേണ്ടി നിൽക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, അപ്പോൾ നമ്മളെല്ലാവരും കണ്ടില്ലേ, അവൾ കൂടി കണ്ടോട്ടെ, മോളെ നീ കയറി കണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സൈനും ഇങ്ങനെ തലകൊണ്ട് കയറിക്കോ എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു. അങ്ങനെ ആമി ഷഹാനയുടെ അടുത്തെത്തി. ഷഹാന ഇങ്ങനെ കണ്ണുമടച്ച് തലയുടെ മുകളിൽ കൈവച്ച്, നെറ്റിമേൽ ഇങ്ങനെ കൈവച്ച് മലർന്ന് കിടക്കുകയാണ്. ആമി പതിയെ ഷഹാനയുടെ അടുത്ത് ചെന്നു അവളുടെ കയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ, ഷഹാന, മോളെ ഷഹാന എന്ന് വിളിച്ചു. ഷഹാനയാവട്ടെ ആമയുടെ ശബ്ദം കേട്ടപ്പോൾ ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്നോണം ചാടി എണീറ്റു. ആമയുടെ മുഖം കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറി, മുഖമൊക്കെ ആകെ ഇങ്ങനെ വലിഞ്ഞു മുറുകി. ഒരു നഴ്സ് ഓടി വന്നുകൊണ്ട് ചോദിച്ചു, അല്ല, എന്താണ് നിങ്ങൾ, ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് കടത്തിവിട്ടത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഞാൻ ഇവളുടെ കൂട്ടുകാരിയാണ് സിസ്റ്റർ, ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ എൻ്റെ ഹസ്ബൻഡും എല്ലാവരും വന്ന് കണ്ടു പോന്നു. ഞങ്ങളുടെ ഓഫീസിലാണ് ഇവൾ ജോലി ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കൾ കൂടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, എന്നിട്ടാണോ നിങ്ങളെ കണ്ടതും ഇവരിങ്ങനെ ഷോക്കായി ഭയങ്കരമായി ദേഷ്യപ്പെടുന്നത് പോലെ? നിങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ആകെ ദേഷ്യം വന്നല്ലോ, നിങ്ങളിവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, സിസ്റ്റർ, ഒരു നിമിഷം, ഞങ്ങൾ സംസാരിച്ചാൽ ശരിയാകും. ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്, ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ, പക്ഷേ അവർക്ക് ഷോക്കുണ്ടാകുന്ന കാര്യങ്ങളൊന്നും പറയരുത്. പിന്നെ കൂടുതൽ സമയം ഇവിടെ നിൽക്കുകയും ചെയ്യരുത്, പെട്ടെന്ന് ഇറങ്ങിക്കോണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഷഹാന ആമിയോട് ചോദിച്ചു, അല്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിനക്ക് അറിയില്ലേ എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല എന്ന്? പിന്നെ എന്തിനാണ് എന്നെ കാണാനായിട്ട് നീ വന്നത്? എൻ്റെ അവസ്ഥ കണ്ട് സന്തോഷിക്കാനാവും അല്ലേ? നിങ്ങളുടെ നിശ്ചയമൊക്കെ അടുത്തിരിക്കുകയല്ലേ. നിനക്ക് സന്തോഷമായില്ലേടി എൻ്റെ സൈനുവിനെ തട്ടിയെടുത്തപ്പോൾ? എന്നിട്ട് എൻ്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വന്നതാണ് അല്ലേ? എനിക്ക് നിന്നെ കാണണ്ട, നീ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഷഹാന, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിനക്ക് സൈനുക്കായെ ഇഷ്ടമാണ് എന്നൊന്നും. ഞങ്ങൾ ഇഷ്ടമായതിൻ്റെ ശേഷമല്ലേ നിന്റെ വായിൽ നിന്ന് ഞങ്ങൾ എല്ലാം അറിയുന്നത്. അല്ലാതെ നിനക്ക് ഇഷ്ടമാണെന്ന് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സൈനുക്കാനെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്നേഹിച്ച്
എനിക്കും സൈനുക്കാക്കും പിരിയാൻ കഴിയാതെ ആയപ്പോഴല്ലേ നീ എല്ലാം ഓരോന്ന് ഒപ്പിച്ച് വെച്ചത്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത്. പിന്നെ അപ്പോഴേക്കും എല്ലാം വൈകിയില്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഷഹാന പറഞ്ഞു, എന്തായാലും നിനക്ക് സന്തോഷമായില്ലേ, ഇനി നീ പോയിക്കോ, നടക്കട്ടെ, എല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, എന്തായാലും ഇനി അമീർ നിന്നെ കല്യാണം കഴിക്കുകയല്ലേ, ഇനി എൻ്റെ നാത്തൂൻ ആയി വരാൻ പോവുകയാണ് നീ. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കണം. നമ്മൾ ഇനിയും വീണ്ടും കാണേണ്ടവരാണ്, ഒരുമിച്ച് കഴിയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നീ എല്ലാം മറന്ന് എന്നോട് ഇനി ദേഷ്യമൊന്നും കാണിക്കരുത്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. എനിക്ക് അന്നും ഇന്നും നിന്നോടൊരു ദേഷ്യവുമില്ല. അതുകൊണ്ട് നീയും എല്ലാം മറന്ന് നല്ല പഴയ പോലെ നമ്മൾ നല്ല സുഹൃത്തുക്കൾ ആയിരുന്ന അതേപോലെ നമുക്ക് കഴിയണം. പിന്നെ അമീറിനെ നീ മാറ്റിയെടുക്കണം, അവനെയും നന്നാക്കിയെടുക്കണം എന്നെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞു, അതൊക്കെ ഇനി വരുന്നത് പോലെ വരും. നീ പോവാൻ നോക്ക്, എനിക്കിപ്പോൾ നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു. അവളോട് കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് വിചാരിച്ച് ആമി അവിടെ നിന്ന് പതിയെ ഇറങ്ങിപ്പോയി. എന്നാൽ ഷഹാന മനസ്സിൽ, ആടി, ഞാൻ അമീറിനെ നന്നാക്കാനും പോകുന്നില്ല, നിന്നോട് നന്നായി പെരുമാറാനും പോകുന്നില്ല. നിന്റെ ജീവിതം കുളം തോണ്ടാനാണ്, നിന്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നോടാണ് അവൾ നന്നാവാൻ പറയുന്നത് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആമി പുറത്തു വന്നപ്പോൾ സൈനുവിനോട് പറഞ്ഞു, ഇനി നമുക്ക് പോവാം, വാ ആമി, നമുക്ക് ഉപ്പാനെ ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ആമിയോടും അവൻ്റെ ഉമ്മാനോടും ഉപ്പാനോടും പോരാൻ പറഞ്ഞ് അവർ അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അങ്ങനെ അവർ ഡോക്ടറെ കണ്ടു. ഡോക്ടർ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം എഴുതി കൊടുത്തു. അങ്ങനെ സൈനുവിൻ്റെ ഉപ്പാൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. അവർക്ക് സമാധാനമായി. അല്ലെങ്കിൽ ഈ നിശ്ചയവും എല്ലാം നടക്കാൻ പോകുന്ന സമയത്ത് ഉപ്പാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് മനസ്സിലേക്ക് ഒരു സങ്കടമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ പോകുന്ന വഴി ആമിയെ സൈൻ അവളുടെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ ഇറക്കി കൊടുത്തു. വലിയ കവറുകളും താങ്ങി പിടിച്ചു വരുന്ന ആമിയെ കണ്ട് റസിയയും ഇറങ്ങിച്ചെന്നു. അവളുടെ കയ്യിൽ നിന്നും കവറുകളും സാധനങ്ങളും എല്ലാം വാങ്ങി കയ്യിൽ പിടിച്ച് അകത്തേക്ക് വെക്കാൻ സഹായിച്ചു. അപ്പോഴാണ് നമ്മുടെ റസിയാൻ്റെ ഉമ്മയും ഉപ്പയും അവിടേക്ക് വന്നത്. ആഹാ മോളെ, എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, ഒരുപാട് പൈസയായി കാണും അല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, സാരമില്ല ഉപ്പ ഉമ്മ, നിശ്ചയമല്ലേ, എല്ലാവർക്കും ഡ്രസ്സും എല്ലാം എടുത്തിട്ടുണ്ട്. ഉപ്പപ്പാക്കും ഉമ്മമാക്കും സർപ്രൈസ് ആയിട്ട് റൂമിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അപ്പോഴേക്കും നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നു പെട്ടു. ഞാൻ നിങ്ങളെ കാണാതെ റൂമിൽ വെച്ച് സർപ്രൈസായി നിങ്ങൾ തനിച്ച് റൂമിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന് തരാമെന്നാണ് കരുതിയത്. അപ്പോഴേക്കും കണ്ടുപിടിച്ചു കള്ളന്മാർ എന്നെല്ലാം പറഞ്ഞ് അവരോടിങ്ങനെ ആമി ഇങ്ങനെ അവരെ കൊഞ്ചിച്ചു കൊണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും സൽമുവും അങ്ങോട്ട് വന്നു. ആഹാ, ഒരുപാട് കവറൊക്കെ ഉണ്ടല്ലോ ആമി, എന്താ ആ ടെക്സ്റ്റൈൽസ് മുഴുവൻ ഇങ്ങോട്ട് എടുത്തു പോന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഏതായാലും നിശ്ചയമല്ലേ, എല്ലാവർക്കും എടുത്തു. അങ്ങനെ ടെക്സ്റ്റൈൽസ് മൊത്തമൊന്നും കൊടുന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആമി ഡ്രസ്സുകളെല്ലാം സൽമുവിനും അതുപോലെ തന്നെ റസിയാൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എല്ലാം ഉള്ളത് അവരുടെ കയ്യിൽ കൊടുത്തു. റസിയാക്കുള്ളത് അവളുടെ കയ്യിൽ കൊടുത്തു. ഉമ്മ എല്ലാം ഇട്ട് നോക്ക് കേട്ടോ, പാകം നോക്കൂ, വല്യപ്പ സെൽമമേമ്മ എല്ലാവരും ഇട്ട് നോക്കൂ, പാകം അളവൊക്കെ നോക്കൂ, ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം, എല്ലാവരും ഇട്ട് നോക്കൂ, എന്നിട്ട് എനിക്കും കാണിച്ചു തരൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സെൽമുവും അതുപോലെ തന്നെ റസിയാൻ്റെ ഉമ്മയും ഉപ്പയും റസിയയും എല്ലാം പറഞ്ഞു, നീ എടുക്കുന്ന സെലക്ഷൻ അത്ര മോശമാകില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിനക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഞങ്ങൾക്കും ഇഷ്ടപ്പെടും. പിന്നെ അളവ് മാത്രം നോക്കിയാൽ മതി, അളവും നിനക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ അളവൊക്കെ നീ എടുക്കുന്നത് കൃത്യമായിരിക്കും. ഇനി എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അളവിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഇനി മാറ്റേണ്ട ആവശ്യമൊന്നും വരികയുണ്ടാകില്ല. നീ എടുക്കുന്നത് എല്ലാം നല്ല തന്നെ ആയിരിക്കുമല്ലോ, എന്തായാലും ഞങ്ങൾ ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരായി അവരുടെ ഡ്രസ്സും കൊണ്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ റസിയയും അതുപോലെ തന്നെ സെൽമുവും ഉമ്മയും ഉപ്പയും എല്ലാം അവരുടെ ഡ്രസ്സുകൾ ധരിച്ച് പുറത്തേക്ക് വന്നു.
ആമി അവരെയെല്ലാം കണ്ണെടുക്കാതെ നോക്കി നിന്നു. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു അവൾ എടുത്തത്. അളവുകളൊക്കെ കൃത്യം. അതുപോലെ തന്നെ അവർക്കെല്ലാം എടുത്ത ഡ്രസ്സുകളും അവർക്ക് നന്നായി ചേരുന്നുണ്ട്. അത് കണ്ട് ആമി പറഞ്ഞു, ഹാവൂ, ഇപ്പോഴാണ് സമാധാനമായത്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ ഇത് മാറ്റി കൊണ്ടുവരേണ്ടി വരുമോ, നിങ്ങൾക്കൊന്നും ഇഷ്ടമാവില്ലേ, അളവ് പാകാവില്ലേ എന്നെല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആമി അവരോടായിട്ട് പറഞ്ഞു, ഇനി എല്ലാവരും അതെല്ലാം പോയി ഊരി മടക്കി നേരെ വെച്ചോളിയും. ഇനി നിശ്ചയത്തിന് ഇടാനുള്ളതല്ലേ, അത് ചുളിയണ്ട, വൃത്തികേടാവണ്ട എന്നെല്ലാം പറഞ്ഞു. ഞങ്ങളിത് കൊണ്ടുപോയിട്ട് നേരെ വെച്ച് വരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഡ്രസ്സും കൊണ്ട് അകത്ത് പോയി. ആ സമയത്താണ് നമ്മുടെ ആമി ഷഹാനയെക്കുറിച്ച് ചിന്തിച്ചത്. ഷഹാന ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അവൾക്ക് മനസ്സിലേക്ക് എന്തോ വിഷമം തോന്നി. കാരണം അവിടെ ചെന്ന ഉടൻ ആ ഓഫീസിൽ ചെന്ന ഉടൻ തനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ കൂട്ടുകാരത്തിയായിരുന്നു ഷഹാന. ആദ്യമെല്ലാം അവർ എല്ലാ കാര്യവും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിരുന്നു. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. എന്നാൽ അമീർ ഓഫീസിൽ വന്ന ശേഷമാണ് ഷഹാന അവനുമായി കൂട്ടുകൂടി തനിക്കെതിരെ തിരിയാൻ തുടങ്ങിയത്. സൈനുവിനും തനിക്കും ഇടയിൽ ഇഷ്ടമുണ്ട് എന്ന് കൂടി അവൾക്ക് ഒരു സംശയം തോന്നിയതോടുകൂടി അവൾക്ക് താൻ ഏറ്റവും വലിയ ശത്രുവായി മാറുകയായിരുന്നു. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉണ്ടെന്നോ അവൾക്ക് തന്നോട് എന്നറിയാതെ ആമി അവളെ സ്നേഹിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോഴും ആമിക്ക് ഷഹാനയോട് ദേഷ്യമൊന്നുമില്ല, ഇഷ്ടമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ഷഹാനയുടെ ആ ഒരു അവസ്ഥക്ക് താൻ കൂടി കാരണമായോ എന്നെല്ലാം ആലോചിച്ചപ്പോൾ എന്തോ ആമിക്ക് ഒരു ഭയങ്കര കുറ്റബോധം തോന്നി. അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാത്ത വിഷമവും തോന്നി. അത് കണ്ടുകൊണ്ടാണ് റസിയ അങ്ങോട്ട് വന്നത്. ഇങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആമിയെ കണ്ടപ്പോൾ റസിയ ചോദിച്ചു, അല്ല ആമി മോളെ, നിശ്ചയമൊക്കെ വരാൻ പോവുകയാണ്, ഡ്രസ്സെല്ലാം എടുത്തു, എന്നിട്ട് എന്താ ഒരു വിഷമം പോലെ? ഉമ്മാൻ്റെ കുട്ടിയുടെ മുഖം വാടിയാൽ എനിക്ക് വേഗം മനസ്സിലാവും. എന്താണ് വിഷമമെന്ന് ചോദിച്ചു. ആമി പറഞ്ഞു, ഒന്നുമില്ല ഉമ്മ, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയതാണ്. അപ്പോൾ റസിയ പറഞ്ഞു, മോളെ എന്നോട് കള്ളം പറയണ്ട, ഉമ്മാൻ്റെ കുട്ടിയുടെ മുഖം വാടിയാൽ ഉമ്മാക്കറിയാം. നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഞാൻ. നിൻ്റെ എന്ത് വിഷമമുണ്ടെങ്കിലും എനിക്കും, എൻ്റെ എന്ത് വിഷമമുണ്ടെങ്കിലും നിനക്കും, അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞിരുന്നത്, നീയും ഞാനും ഒരുമിച്ച്. അതുകൊണ്ടാണല്ലോ ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനും നിൻ്റെ കൂടെ ഇവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആമി മനസ്സിൽ വിചാരിച്ചു, ഉമ്മാനോട് ഷഹാനയെക്കുറിച്ച് പറയണോ? അങ്ങനെ അവൾ മനസ്സിൽ ആലോചിച്ച് സൈനുവിനെ അവൾക്ക് ഇഷ്ടമാണെന്നൊന്നും പറയണ്ട, അമീറും അവളും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവുകയാണെന്നും ആ കല്യാണം നടത്താൻ സമ്മതിക്കാത്തത് ഷഹാനയുടെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് അവൾ ഹോസ്പിറ്റൽ ആയതും ആ വിവരം പറയാം ഉമ്മാനോട്. അല്ലാതെ സൈനുവിനെ ഷഹാനയ്ക്ക് ഇഷ്ടമായിരുന്നെന്നോ അങ്ങനെയുള്ള കാര്യമൊന്നും പറയണ്ട, അതറിഞ്ഞാൽ ഉമ്മാക്ക് വിഷമമാകും എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ അവൾ നടന്ന കാര്യമെല്ലാം റസിയാനോട് പറഞ്ഞു. അപ്പോൾ റസിയ ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് നീ പറയുന്നത്? അമീർ മോൻ്റെ കല്യാണമോ? അവൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുമെന്നോ? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അവൻ നിൻ്റെ ഉപ്പാൻ്റെ പോലെ ഒരു മുരടൻ സ്വഭാവക്കാരനാണല്ലോ. അവനൊരു പെൺകുട്ടിയോട് പ്രണയമൊക്കെ തോന്നുമോ? അവൻ ഇഷ്ടപ്പെടുകയോ? എന്നിട്ട് എന്താണ് മോളെ, എന്താണ് ആ കുട്ടിയുടെ അവസ്ഥ എന്നെല്ലാം ചോദിച്ചു. റസിയ ആകെ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ആമി പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉമ്മ, അവർ ഭയങ്കര പണക്കാരെല്ലാമാണ്. ആ പെൺകുട്ടിയൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞതാണ്. നമ്മുടെ വീട്ടിൽ വന്നാൽ അവൾക്ക് അവിടെ ഇഷ്ടപ്പെടുമോ എന്തോന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ അമീറിന് അവളെയും ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് അമീറിനെയും ഇഷ്ടമാണ്. അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവളുടെ വീട്ടുകാരും സമ്മതിച്ചിട്ടുണ്ട്. അവർ വലിയ തറവാട്ടുകാരൊക്കെയാണ്. അവളുടെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യപ്പെട്ട ആളൊക്കെയാണ്. ഇനി അവൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് അവരും കല്യാണത്തിനെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ റസിയ പറഞ്ഞു, എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞാലെങ്കിലും അവൻ നന്നായാൽ മതിയായിരുന്നു. എന്തായാലും നിൻ്റെ കഴിഞ്ഞിട്ട് ആയിരിക്കുമല്ലേ അവൻ്റെ ഉണ്ടാവുകയുള്ളൂ. നീയല്ലേ മൂത്തത്, നിൻ്റെ ആദ്യം കഴിയട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലായിരുന്നെങ്കിൽ രണ്ടും ഒരുമിച്ചെങ്കിലും ആക്കാമായിരുന്നു. ഇനി അവൻ്റെ കല്യാണമാകുമ്പോൾ ഉമ്മാക്കും പങ്കെടുക്കേണ്ടേ? രണ്ടും ഒരു ദിവസമായാൽ ആകെ പെട്ടുപോയത് തന്നെ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും അവൻ്റെ കല്യാണം ഉണ്ടാവുകയുള്ളൂ.
അപ്പോൾ എന്തായാലും ഉമ്മാക്കും അതിൽ പോയി പങ്കെടുക്കണം, എത്രയായാലും എൻ്റെ മോനല്ലേ അവൻ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഉമ്മാക്ക് ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നതിൽ സങ്കടം തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ ഉമ്മാനെ അമീറിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ഉപ്പയോ അവനോ സമ്മതിക്കുമെന്ന് ഉമ്മാക്ക് തോന്നുന്നുണ്ടോ? സമ്മതിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് വിഷമമാവില്ലേ? ഇപ്പോൾ ഉമ്മാക്ക് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ റസിയ പറഞ്ഞു, എനിക്കാരുടെയും സമ്മതമൊന്നും വേണ്ട, ഞാൻ പോകും. എൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ എനിക്കത് കാണണം, ഞാൻ പോകും. എനിക്ക് അവരുടെ സമ്മതമൊന്നും ആവശ്യമില്ല. അവൻ എൻ്റെ മോനാണ്, എൻ്റെ ചോരയാണ്. അത് തടയാൻ ആർക്കും അവകാശമില്ല. ഒരു കോടതിയും എന്നെ വിലക്കില്ല. എൻ്റെ മോൻ്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുത്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, എന്തായാലും മിക്കവാറും നമ്മുടെ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഉമ്മാനെ ഞാൻ കൊണ്ടുപോകും, സൈനുക്കെ ഞങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ കല്യാണം ഉണ്ടായാൽ ഉമ്മ വിഷമിക്കണ്ട എന്നെല്ലാം പറഞ്ഞു. ഓക്കെ മോളെ, അത് അപ്പോഴല്ലേ, നമുക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്നാൽ ഇനി എൻ്റെ മോള് പുറത്തൊക്കെ പോയി വന്നതല്ലേ, ഒന്ന് കുളിച്ച് ഫ്രഷായി വാ, ഉമ്മ ഭക്ഷണം എന്തെങ്കിലും എടുത്തു വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഭക്ഷണമൊന്നും വേണ്ട ഉമ്മ, ഞാൻ കുളിച്ചു വരാം. ഞങ്ങൾ പോരുന്ന വഴി കഴിച്ചിട്ടാണ് പോകുന്നത്. ഉമ്മക്കറിയാമല്ലോ, സൈനുക്കാൻ്റെ കൂടെ പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ വരാറുണ്ടോ? അത് ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലെല്ലാം പോയി വന്നപ്പോൾ വൈകി, അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പുറത്തു നിന്ന് നന്നായി ഭക്ഷണം കഴിച്ചു, അങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, അത് കുറേ സമയമായിട്ടില്ലേ മോളെ, ഇപ്പോൾ വിശക്കാൻ സമയമായില്ലേ, എന്തായാലും ഉമ്മ കുറച്ച് എടുത്തു വെക്കാം, അതെങ്കിലും മോൾ കഴിക്ക് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, എന്നാൽ ഇനി എൻ്റെ ഉമ്മ തന്നിട്ട് ഞാൻ കഴിച്ചില്ല എന്ന് വേണ്ട, കുറച്ചെങ്കിൽ കുറച്ച് ഞാൻ കഴിക്കാം, അല്ലെങ്കിൽ ഉമ്മക്ക് വിഷമമാകും എന്നെല്ലാം അവൾ പറഞ്ഞു. അവൾക്കറിയാം ഉമ്മ ഭക്ഷണം എടുത്തിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മക്ക് വിഷമമാകും. അതുകൊണ്ട് തന്നെ അവൾ കഴിച്ചിട്ട് വന്നാലും അവൾ ഒരു ഉരുള റസിയ വിളമ്പി കൊടുത്തത് അവൾ കഴിക്കാറുണ്ട്. അവൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ റസിയാൻ്റെ മുഖത്തെ ഒരു സന്തോഷം, അത് മതി അവൾക്ക്. അങ്ങനെ ആമി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും റസിയ ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു. നല്ല ചോറും അതുപോലെ തന്നെ മോരുകറിയും പപ്പടവും ഉപ്പേരിയും ബീഫ് വരട്ടിയതും ആയിരുന്നു. റസിയാൻ്റെ ഉപ്പ അങ്ങാടിയിൽ പോയപ്പോൾ നല്ല ബീഫ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതാണ്. ആമിക്കും അതുപോലെ തന്നെ റസിയാക്കും സെൽമുവിനും ഒക്കെ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ പോയപ്പോൾ നല്ല ഇളയ ബീഫിനെ അറക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വാങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ ബീഫിൻ്റെ മണമടിച്ചപ്പോൾ, തേങ്ങ കൊത്തിട്ട ആ ബീഫിൻ്റെ മണമടിച്ചപ്പോൾ തന്നെ നമ്മുടെ ആമിയുടെ വായിൽ വെള്ളമൂറി. വിശപ്പ് ഇല്ലാതിരുന്ന അവൾക്ക് എവിടെ നിന്നോ വിശപ്പ് വന്നു. അപ്പോൾ റസിയക്ക് ചിരിയാണ് വന്നത്. കുറച്ച് ആണ് റസിയ വിളമ്പിയിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ആമി വീണ്ടും ഉമ്മ കുറച്ചും കൂടി തായോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും വിളമ്പി കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴാണ് റസിയക്ക് ചിരി വന്നത്. അവൾ ഭക്ഷണം കഴിച്ചു വേണ്ട എന്ന് പറഞ്ഞ ആൾ നന്നായി കഴിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റസിയ ആമിയെ കളിയാക്കി. അപ്പോൾ ആമി പറഞ്ഞു, അത് ശരി, ഈ ബീഫിൻ്റെയും അതുപോലെ തന്നെ ഈ മോര് കറിയുടെയും ഈ ഒരു കോമ്പിനേഷൻ കണ്ടാൽ പിന്നെ ആർക്കാണ് കഴിക്കാൻ തോന്നുക? എൻ്റെ വയറിൻ്റെ വിശപ്പൊക്കെ മാറി, പക്ഷേ എൻ്റെ വായുടെ രുചി ഇനിയും മാറിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, എൻ്റെ മോൾക്ക് എത്ര വേണമെങ്കിലും കഴിച്ചു, അതിന് തന്നെയല്ലേ ഇതെല്ലാം വല്ലിപ്പ കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്കെല്ലാം കഴിക്കാൻ വേണ്ടി. നമുക്കൊക്കെ ബീഫ് എല്ലാം ഇഷ്ടമാണെന്ന് വല്ലിപ്പാക്ക് അറിയാം. വല്ലിപ്പാൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരിക്കില്ല, എന്നാലും കണ്ടപ്പോൾ വാങ്ങി വന്നത് അതാണ്, അതുകൊണ്ട് നീ നന്നായി കഴിച്ചോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ വയറ് നിറയെ നമ്മുടെ ആമി കഴിച്ചു. അവൾ പറഞ്ഞു, ഉമ്മ ഇനി രാത്രി എനിക്കൊന്നും വേണ്ട കേട്ടോ, അത്രയ്ക്കും എൻ്റെ വയറ് നിറഞ്ഞു, ഇനി രാത്രി എന്നോട് കഴിക്കാൻ പറയരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും റസിയ പറഞ്ഞു, ഞാൻ നിർബന്ധിക്കുന്നില്ല മോളെ, നീ നന്നായി കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. എന്നാലും വിശക്കുകയാണെങ്കിൽ കുറച്ചെടുത്ത് കഴിച്ചോളോണ്ട് കേട്ടോ, അന്തിപ്പട്ടിണി കിടക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഓക്കെ ഉമ്മച്ചി, വിശക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോളാം, എന്തായാലും ഇപ്പം എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൈ കഴുകി അവളുടെ റൂമിലേക്ക് പോയി. അപ്പോഴാണ് ഫോണിൽ 2-3 മിസ് കോൾ കിടക്കുന്നത് സൈനുവിൻ്റെ. അവൾ ആ സൈനുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. എന്താണ് സൈനുക്ക്, എന്താണ് വിളിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ സൈനു ചോദിച്ചു, ആമി എന്തായി, വീട്ടിൽ എല്ലാവർക്കും ഡ്രസ്സൊക്കെ ഇഷ്ടമായോ, അളവൊക്കെ കറക്റ്റാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, ഞാനല്ലേ എടുത്തിരിക്കുന്നത്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് മാത്രമല്ല അളവുകളെല്ലാം കൃത്യം, അത്രയും പെർഫെക്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, സന്തോഷമായി, എന്തായാലും ഇനി അത് മാറ്റേണ്ടല്ലോ, ഇപ്പോഴാണ് ആശ്വാസമായതെന്ന് പറഞ്ഞു. അവളും പറഞ്ഞു, സൈനുക്ക, എനിക്കും ഇപ്പോഴാണ്
ആശ്വാസമായത്, സമാധാനമായി. ഞാനും അത് മാറ്റേണ്ടി വന്നാൽ ആകെ വിഷമമാവും. ഇനി വീണ്ടും സൈനുക്കാനെ സ്വൈരം കെടുത്തണ്ടേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഏതായാലും ആ ടെൻഷൻ മാറിക്കിട്ടിയല്ലോ, സമാധാനമായി. എന്നാൽ ഓക്കേടാ, ഇനി നീ കിടന്നോ, ഇനി നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, നീ കുറച്ച് സമയം റെസ്റ്റ് എടുത്തോ, പുറത്തൊക്കെ പോയി വന്നതല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ സൈനുക്ക, എന്നാൽ ഇൻഷാ അല്ലാ ഇനി നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആമി ഫോൺ വെച്ചു.